ാണ് ആന എഴുന്നള്ളിപ്പ് നിയന്ത്രണത്തിൽ സുപ്രീം കോടതിയെ സമീപിച്ച തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ ഹൈക്കോടതി ഉത്തരവ് റദ്ദാക്കണമെന്നാണ് ആവശ്യം. വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നുണ്ട്. അനീഷ്, കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? ഒരാഴ്ച മുൻപാണ് ഇത്തരത്തിൽ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ ഈ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഈ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ചത്. ഇന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ ഹർജി സുപ്രീം കോടതി ഫയലിൽ സ്വീകരിച്ചത്. നമുക്കറിയാം, ഈ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതോടെ വലിയ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികളാണ് തൃശ്ശൂരിലെ വിവിധ ക്ഷേത്ര ഭാരവാഹികൾ ചേർന്ന് നടത്തിയത്. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു. അതുപോലെ തന്നെ ആറാട്ടുപുഴയിൽ പ്രതിഷേധ സൂചകമായി പൂരം സംഘടിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ തൃശൂർ തെക്കേ ഗോപുരനടയിൽ ഉത്സവപ്രേമികളുടെ പൂരപ്രേമികളുടെ നേതൃത്വത്തിൽ നടത്തിയിരുന്നു. എന്തായാലും ആദ്യഘട്ടത്തിൽ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം ഉൾപ്പെടെ പറഞ്ഞിരുന്നു ഇത്തരത്തിൽ സുപ്രീം കോടതി ഇപ്പോൾ സമീപിക്കുന്നില്ല, സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് നിയമനിർമ്മാണം നടത്തണം എന്ന രീതിയിലായിരുന്നു പ്രതിഷേധ പരിപാടികളെല്ലാം സംഘടിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം തൃശൂർ തെക്കിൻകാട് മൈതാനിയിൽ ഉത്സവ രക്ഷാ സംഗമം നടത്തിയിരുന്നു. ഇതിൽ വിവിധ പാർട്ടികളുടെ നേതാക്കൾ ഉൾപ്പെടെ പങ്കെടുത്തിരുന്നു. BJP പ്രതിനിധി കെ സുരേന്ദ്രൻ, അതുപോലെ VS സുനിൽകുമാർ, അതുപോലെ തന്നെ PK ബിജു, രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത സമര പ്രതിഷേധ പരിപാടിയെല്ലാം നടന്നിരുന്നു. പക്ഷേ ഇതിലെല്ലാം ഇവർ പറഞ്ഞിരുന്നത് സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് നിയമനിർമ്മാണം നടത്തണം എന്ന രീതിയിലായിരുന്നു. പക്ഷേ അതിനിടയിലാണ് ഇത്തരത്തിൽ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം സുപ്രീം കോടതിയെ സമീപിച്ച് ഇന്നിപ്പോൾ ഫയലിൽ സ്വീകരിച്ചിട്ടുള്ളത്. ആനയും തമ്മിൽ 3 മീറ്റർ അകലം വേണം, ആനയും ആളുകളും തമ്മിൽ 8 മീറ്റർ അകലം വേണം എന്ന രീതിയിൽ നിരവധി നിയന്ത്രണങ്ങളാണ് ഇത്തരത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ഇതിനെതിരെയാണ് ഈ നിയന്ത്രണങ്ങളെല്ലാം പിൻവലിക്കണമെന്ന് കാണിച്ചാണ് ഇത്തരത്തിൽ ഇരു ദേവസ്വങ്ങളും സുപ്രീം കോടതി സമീപിച്ചിട്ടുള്ളത്. ഇനിയെല്ലാം സുപ്രീം കോടതി വിധിയാണ് ഈ ഫയലിൽ സ്വീകരിച്ച ഹർജിയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി ഇതിൽ എന്ത് തീരുമാനമെടുക്കുന്നു എന്നതാണ് ഈ പൂരപ്രേമികളും ദേവസ്വങ്ങളും എല്ലാം നോക്കിക്കാണുന്നത്. ആതിര. ശരി അനീഷ്. വയനാട്ടിൽ ആദിവാസി സ്ത്രീയുടെ മൃതദേഹത്തോട് അനാദരവ് കാണിച്ചു. എടവക പഞ്ചായത്തിലെ പള്ളിക്കലിലാണ് സംഭവം. മൃതദേഹം കൊണ്ടുപോകാൻ അധികൃതർ ആംബുലൻസ് വിട്ടുകൊടുത്തില്ല.